കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ചധികം പോസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കാറ്റഗറി 317/2024 ആണ്. കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. പക്ഷെ ഇതൊരു ജനറൽ പോസ്റ്റ് അല്ല. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 53,900 to 1,18,100 ആണ്. വേക്കൻസീസ് 4 ആണ്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ബിടെക്, സിവിൽ, മെക്കാനിക്കൽ അതുപോലെ തന്നെ കെമിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 318/2024, 319/2024. രണ്ട് പോസ്റ്റുകളാണ്. രണ്ടും പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ പോസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ 3 ഇയർ ഡിപ്ലോമയാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാം. രണ്ട് കാറ്റഗറി ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 318/2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി വികസന വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് ആ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ വേണ്ടത്ര ആൾക്കാർ ഇല്ലെങ്കിൽ അടുത്ത പോസ്റ്റ് 319/2024 എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നോർമലി നമുക്ക് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും ബിടെക്കാർക്കും ഒക്കെ എംടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ്. പട്ടികജാതി വികസന വകുപ്പിലെ 318/2024 എന്ന് പറഞ്ഞാൽ വകുപ്പിലെ നിശ്ചിത യോഗ്യത ഉള്ള ജീവനക്കാരിൽ നിന്ന് അവിടെയുള്ള ജീവനക്കാരിൽ നിന്നുള്ള നിയമനമാണ് 318/2024. 319/2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള നിയമനമാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. തസ്തിക മാറ്റം വഴി നിയമനത്തിന് ജീവനക്കാരുടെ അഭാവത്തിൽ മാത്രമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും എണ്ണം നമുക്ക് ഈ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് 319/2024 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എംടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഏറ്റവും നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഹാർബർ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 ട്രേസർ. നമുക്ക് ഓവർസിയർ ഗ്രേഡ് 3 PWD ഇറിഗേഷൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എക്സാം നടക്കാനാണ് ഹാർബറിനും സാധ്യത. നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടില്ല. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 26,500 മുതൽ 60,700 വരെയാണ്. ആൻഡ് ഇതാണ് നോട്ടിഫിക്കേഷൻ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും അല്ലേ. അതിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് SSLC അല്ലെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേ ട്രേഡിലുള്ള നാഷണൽ സർട്ടിഫിക്കറ്റ് NTC, കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, അത് ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇറിഗേഷൻ എന്നീ 4 വിഷയങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ താഴെ പറയുന്ന 7 വിഷയങ്ങളിൽ മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ പാസ് ആയിരിക്കണം. അപ്പൊ അതിനകത്ത് പറയുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ്, അപ്ലൈഡ് മെക്കാനിക്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, അതുപോലെ തന്നെ ജോമെട്രിക് ഡ്രോയിങ്, മെൻസുറേഷൻ, അതല്ലെങ്കിൽ സംസ്ഥാന വനിതാ പോളിടെക്നിക്കിൽ നിന്നുകൂടി 2 വർഷത്തെ പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തൂവല്ലൂരിൽ നിന്ന് നേടിയ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗിനുള്ള ഡിപ്ലോമയും നമുക്ക് ഇതിനകത്ത് യോഗ്യതയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കാര്യം ഓർക്കുക, അപ്പൊ നമുക്ക് വിചാരിക്കും ഇതിനകത്ത് 2 ഇയർ ഡിപ്ലോമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡിപ്ലോമക്കാർക്ക് 3 ഇയർ ഡിപ്ലോമക്കാർക്ക് പറ്റത്തില്ലേ, ബിടെക്കാർക്ക് പറ്റത്തില്ലേ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ പ്രകാരം അതിന് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ PSC മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ. NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന യോഗ്യതയ്ക്ക് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, ITC അല്ലെങ്കിൽ ITI സർവീസ് ഡ്രാഫ്റ്റ്സ്മാൻ, ITI ITC സിവിൽ എഞ്ചിനീയറിംഗ്, ITI ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, KGCE സിവിൽ എഞ്ചിനീയറിംഗ്, NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, SCVT സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, SCVT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പോളിടെക്നിക് ഡിപ്ലോമ ക്വാണ്ടിറ്റി സർവിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് സിവിൽ അല്ലെങ്കിൽ സർവേയർ, ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് സിവിൽ, NCVT സർട്ടിഫിക്കറ്റ് സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, NCVT സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, MTech സിവിൽ എഞ്ചിനീയറിംഗ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, MTech urban planning, MTech geomatics and structures, MTech geotechnical engineering, MTech hydraulics engineering, MTech structural engineering and construction management, MTech water resources and hydroinformatics, MTech computer aided structural engineering, MTech construction technology and management, MTech construction engineering and management, MTech traffic and transportation planning, MTech water resources and management, MTech structural engineering, civil engineering, MTech environmental engineering, ME civil engineering,
AMIE സെക്ഷൻസ് A and B സിവിൽ എഞ്ചിനീയറിംഗ്, ടെക്നീഷ്യൻസ് എഞ്ചിനീയേഴ്സ് മെമ്പേഴ്സ് എക്സാമിനേഷൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാന് കൊടുക്കാൻ പറ്റുക. ബിടെക്കാർക്ക് ഇക്വലന്റ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ട NTC സിവിൽ ഡ്രാഫ്റ്റ് വൈ ആം എലിജിബിൾ കൊടുക്കുക. അതിനകത്ത് NTC സിവിൽ ഡ്രാഫ്റ്റ്മാൻ ഹാവിംഗ് ഇക്വലന്റ് ഓർ ഹയർ കൊടുത്ത് ബിടെക് കൊടുക്കാം. അതുപോലെ ITI, ITC, KDCE, NTC, HCVT ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കും എല്ലാം ഇത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിപ്ലോമക്കാർക്ക് ഇതല്ല, അത് ഞാൻ നെക്സ്റ്റ് പറയാം. NTC സർവേയർ എന്ന് പറയുന്ന പോസ്റ്റിന് ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് ITI അല്ലെങ്കിൽ ITC സർവേയർക്ക് കൊടുക്കാം. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതാണ് NTC സർവേയറിനാണ് ഈക്വലന്റ് ഓർ ഹയർ നമ്മൾ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ നിശ്ചിത യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കോഴ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ ഉടൻ തന്നെ ആക്റ്റീവ് ആവും. ഫയൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പം സിവിലുകാർ മറക്കണ്ട, തേർഡ് ഗ്രേഡ് ഓവർസിയർ ഡിപ്ലോമ, തേർഡ് ഗ്രേഡ് ഓവർസിയർ നമുക്ക് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ITക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. BWD ഇറിഗേഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഓർത്തു വെക്കാം. യോഗ്യതയുള്ളവര് തയ്യാറായിരിക്കാൻ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാനായിട്ട്. എക്സാം കമ്പൈൻഡ് ആയിരിക്കും മിക്കവാറും. ഇപ്പൊ തേർഡ് ഗ്രേഡ് ലെവലിലുള്ള എക്സാംസ് നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പഠിച്ചു തുടങ്ങാം. താങ്ക് യു.